ശബരിമല ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലും ആചാരങ്ങളിലും അത്യധികം പ്രാധാന്യമുള്ള ഒരിടമാണ് മണിമണ്ഡപം. മാളികപ്പുറത്തമ്മ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മണ്ഡപം പന്തള രാജകുമാരനായ മണികണ്ഠൻ യോഗാവസ്ഥയിൽ ലയിച്ച് ദൈവത്തിൽ ഐക്യം പ്രാപിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പുണ്യസ്ഥലമാണ്. ഇത് അയ്യപ്പന്റെ സമാധിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട എഴുന്നള്ളത്ത് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. മകരജ്യോതിക്ക് ശേഷമുള്ള 5 ദിവസങ്ങളിൽ അയ്യപ്പന്റെ ജീവിതത്തിലെ 5 സുപ്രധാന ഘട്ടങ്ങൾ ഇവിടെ പഞ്ചവർണ്ണ പൊടികളാൽ വരയ്ക്കപ്പെടുന്നു. ധർമ്മശാസ്താവ്, മണികണ്ഠൻ, ശ്രീഭൂതനാഥൻ, പുലിവാഹനൻ, ഒടുവിൽ അയ്യപ്പന്റെ വിഗ്രഹരൂപം. മണിമണ്ഡപത്തിലെ പൂജാവിധികളിൽ ദ്രാവിഡാചാരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മണ്ഡല മകരവിളക്ക് കാലത്ത് പ്രത്യേക ചടങ്ങുകൾ നടക്കുന്ന ദിവസങ്ങളിലൊഴികെ മിക്കപ്പോഴും തീർത്ഥാടകർക്ക് അടഞ്ഞുകിടക്കുന്ന നിലയിലായിരിക്കും മണിമണ്ഡപം കാണാൻ കഴിയുക. അകത്ത് നിലവിളക്കും പീഠവുമാണ് പ്രധാനമായുള്ളത്. ഭക്തർ ഇരുമുടിക്കെട്ടിലെ ഭസ്മം ഇവിടെ വിതറി പ്രാർത്ഥിക്കാറുണ്ട്. ശബരിമലയിലെ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒരു പ്രധാന കേന്ദ്രമാണ് മണിമണ്ഡപം.